നമസ്കാരം. ഈ കാണുന്നത് എൻ്റെ ചാനലിൽ ഇതുവരെ പബ്ലിഷ് ചെയ്ത നോൺ വെജ് കറീസിൻ്റെയൊക്കെ വീഡിയോസ് ഒരുമിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഇത് വറുത്തരച്ച ചിക്കൻ കറിയുടെ മെത്തേഡാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. വറുത്തരച്ച ചിക്കൻ കറി പലതിനും നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി, പരോട്ട, ഇഡ്ഡലി, ദോശ ഇതൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വറുത്തരച്ച ചിക്കൻ കേരളത്തിൽ കുറച്ചും കൂടി പോപ്പുലറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കണ്ടിട്ട് ട്രൈ ചെയ്യാം. ഇത് പ്രോൺ കറിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരിൽ എനിക്ക് ടി വിയിൽ ഒരു കോമ്പറ്റീഷനിൽ 3rd പ്രൈസ് കിട്ടിയതാണ്. തിരുവനന്തപുരം സ്പെഷ്യലാണ്. ഇതും ഇതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. വറുത്തരച്ചിട്ട് വെക്കുന്നതുകൊണ്ട് 2 ദിവസമൊക്കെ നമുക്ക് കീപ്പ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാം. ഇത് അയില മീൻ കറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും എണ്ണയൊന്നും വേണ്ട. മാത്രമല്ല പച്ച തേങ്ങ അരച്ച് വെക്കുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതും തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറിയാണ്. ഇത് കപ്പയ്ക്കും ദോശ, ഇഡ്ഡലി, ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പുതിന ചിക്കനാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ പുതിനയാണ്. തേങ്ങയൊന്നും വേണ്ട. പക്ഷെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണിത്. കറി വെച്ചാൽ കുറച്ച് ചിക്കൻ മസാല പോലെ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിന്, ചപ്പാത്തി, പൊറോട്ട, പിന്നെ പ്ലെയിൻ റൈസിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യും. ഇത് ഉണക്ക നെത്തോലി വെച്ചിട്ടുള്ള കറിയാണ്. ഇതും കുറച്ച് ഡിഫറെൻറ്റ് പ്രിപ്പറേഷനാണ്. മുരിങ്ങയ്ക്ക അതൊക്കെ ഇട്ടിട്ട് ഒരു തിരുവനന്തപുരം സ്റ്റൈലാണ്. നല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചോറിന് നമുക്ക് ഇത് മാത്രം മതി, അല്ലെങ്കിൽ ഇതിനെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെടും എല്ലാവർക്കും. സാധാരണ ഉണക്ക നെത്തോലി അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. പക്ഷെ വളരെ ഹെൽത്തി സാധനമാണ്. ഇത് കുറച്ച് നല്ല പുളിയും തക്കാളിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ വഴുതനങ്ങ അതൊക്കെ ചേർത്തുന്ന ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. ചോറിനും പിന്നെ ചോറിന് തന്നെ മെയിൻലി ചോറിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് സാമൻ ഫിഷ് കറിയാണ്. ഇത് പറഞ്ഞ പോലെ നല്ല ഒരു ഹെൽത്തി ഫിഷാണ്. തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു മീൻ കറിയാണ്. ദോശയ്ക്ക്, കപ്പയ്ക്ക്, ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനുള്ള ഫിഷ് കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഇതേപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കണ്ടിട്ട് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. ഇത് മുട്ടക്കറിയാണ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ പ്രിപ്പറേഷനാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ആളും കൂടി ഉണ്ട്. മാത്രമല്ല ഈ മുട്ടക്കറി പിന്നെ ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്യൂ.